ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മധ്യപ്രദേശിൽ ബാഗേശ്വർ ധാമിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നു. ഇന്ന് മഹാശിവരാത്രി. രാജ്യത്തുടനീളമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. കേരളത്തിലും വിപുലമായ ഒരുക്കങ്ങൾ. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനം. ഇതുവരെ പുണ്യസ്നാനം നടത്തിയത് 64 കോടിയിലധികം പേർ. വരും കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ വളർച്ചയിൽ ബഹിരാകാശ മേഖല സുപ്രധാന ഘടകമാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരള വിദർഭ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ കിരീട പ്രതീക്ഷയിൽ കേരളം. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ ബാഗേശ്വർ ധാമിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കുന്നു. ഗവർണർ മംഗുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ള അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വിവാഹിതരാകുന്ന 251 പെൺകുട്ടികളിൽ 225ഓളം പേർ ഗോത്രവർഗ്ഗ, ദളിത്, പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. നവദമ്പതികൾക്ക് രാഷ്ട്രപതി ആശംസകളും അർപ്പിക്കും. ഇന്ന് മഹാശിവരാത്രി. രാജ്യത്തുടനീളമുള്ള ശിവക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മഹാശിവരാത്രി ദിനത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിട്ടുണ്ട്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം, ഹോസ്ദുർഗ് പൂങ്കാവനം ക്ഷേത്രം, നീലേശ്വരം തളിയിൽ ശിവക്ഷേത്രം, കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, അടൂർ പഞ്ചലിംഗേശ്വര ക്ഷേത്രം, നാരമ്പാടി ഉമാമഹേശ്വര ക്ഷേത്രം തുടങ്ങിയ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തർക്ക് വ്രതം നോൽക്കുന്നതിനും പ്രാർത്ഥനയ്ക്കും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ശിവരാത്രി ദിനത്തിലെ വാർഷികാഘോഷം നടക്കുന്ന ഇടങ്ങളിൽ ഭൂതബലിയും നൃത്തോത്സവവും ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ശിവരാത്രി ആഘോഷങ്ങൾ ശക്തി പകരുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ശിവരാത്രി ആഘോഷങ്ങൾക്ക് ആലുവ മണപ്പുറം ഒരുങ്ങി. 116 ബലിത്തറകളാണ് ശിവരാത്രിക്കായി ഇക്കുറി ഒരുക്കിയത്. വൈകിട്ട് മുതൽ ജനങ്ങൾ പിതൃകർമ്മങ്ങൾക്കായി മണപ്പുറത്തേക്കെത്തും. രാത്രി 10 മണിയോടെ ശിവരാത്രി ബലിയും നാളെ രാവിലെ 8:30 വാവുബലിയും നടക്കും. പെരിയാറിന് മറുകരയിലുള്ള അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടത്താൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. വൈകിട്ട് മുതൽ നാളെ ഉച്ചവരെ ആലുവ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ ഇന്നത്തെ സർവീസ് സമയം ദീർഘിപ്പിച്ചു. മഹാകുംഭമേള 2025 ഇന്ന് പ്രയാഗ്രാജിൽ സമാപനം. മഹാശിവരാത്രി ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ സ്നാനത്തിനായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 13-ന് ആരംഭിച്ച മഹാകുംഭമേളയിൽ 64 കോടിയിലേറെ പേരാണ് പങ്കെടുത്തത്. ചടങ്ങുകളുടെ അവസാന ദിനമായ ഇന്ന് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മേള നടക്കുന്ന ഇടങ്ങളിൽ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ബിജെപിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യും. ഇഷ യോഗ കേന്ദ്രത്തിൽ നടക്കുന്ന ശിവരാത്രി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്നലെ കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിയ ശ്രീ അമിത് ഷായെ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ, തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. യുറുഗ്വേ, ബാർബഡോസ്, ബഹാമാസ്, നിക്കാരാഗ്വേ എന്നീ രാജ്യങ്ങളിലേക്കുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയുടെ സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുറുഗ്വേയിൽ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം പങ്കെടുക്കും. 9 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ വിവിധ വിദേശകാര്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുമായി കേന്ദ്ര സഹമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ വംശജർ, പ്രവാസികൾ എന്നിവരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കറുടെ ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള സവർക്കറുടെ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാജ്യം വിസ്മരിക്കില്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ജമ്മുകശ്മീരിൽ പത്താൻകോട് ഉധംപൂർ ദേശീയപാത 44-ലുള്ള 2 ടോൾ പ്ലാസകളിലെ നിരക്ക് കുറയ്ക്കാൻ ഉത്തരവിട്ട് ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി. ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് പദ്ധതി പൂർത്തിയാകുന്നതുവരെ ടോൾ നിരക്കിന്റെ 20% മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം നാളെ ഉച്ചയ്ക്ക് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സന്നിഹിതരാകും. വരും കാലഘട്ടത്തിൽ ബഹിരാകാശ മേഖല ഇന്ത്യയുടെ വളർച്ചയിൽ സുപ്രധാന ഘടകമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് $8 ശതകോടി മൂല്യമുള്ളതാണ് ഇന്ത്യയുടെ ബഹിരാകാശ രംഗം. അടുത്ത 8 വർഷങ്ങൾക്കുള്ളിൽ ഇത് 5 ഇരട്ടി വളർന്ന് $44 ശതകോടി മൂല്യത്തിലേക്ക് ഉയരുമെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. The future projection reflects that in another 7-8 years it will go 5 times. Almost $44 billion, which in other words means that the next 1 decade or a half, space economy is going to be an important component of India's future growth story. तो ये तब होने लगा कि पहली बार हमने वही strategies follow की जो दुनिया के बाकी विकसित देश करते. So now we are following the same strategies, the global strategies. We are also trying to meet the global benchmarks, because if we have to compete globally and you have to excel and reach that global pedestal, you have to follow the global parameters. രാജ്യത്തെ ഫിൻടെക് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച ഊർജിതമാക്കാനും നവീകരണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലെ DPIIT പേടിഎമ്മുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഫിൻടെക് ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകാനും പേയ്മെന്റ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും മാർഗ്ഗനിർദ്ദേശം നൽകാനും പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നതായി വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനും സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കന്നി കിരീടം ലക്ഷ്യമിട്ട് കേരളം. നാഗ്പൂരിൽ ഇന്ന് രാവിലെ ആരംഭിച്ച ഫൈനലിൽ വിദർഭയാണ് കേരളത്തിന്റെ എതിരാളികൾ. ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത കേരളം രണ്ടാമത്തെ ബോളിൽ തന്നെ വിദർഭയുടെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി. MD നിതീഷിനാണ് വിക്കറ്റ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വിദർഭ 3 വിക്കറ്റിന് 81 റൺസ് എന്ന നിലയിലാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന ICC പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ പോരാട്ടം. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. ആദ്യ മത്സരങ്ങളിൽ തോറ്റ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും ഗ്രൂപ്പ് ബിയിൽ അവസാന സ്ഥാനത്താണ്. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. വനിതാ പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് UP വാരിയേഴ്സുമായി ഏറ്റുമുട്ടും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ഹൈദരാബാദ് FC പോരാട്ടം. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. 4 മത്സരം മാത്രം വിജയിച്ച ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ B ഹൈഗ്രേഡ് ആർട്ടിസ്റ്റായ R അപ്പുക്കുട്ടൻ നായർ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. കർണാട്ടിക് സംഗീത വിദഗ്ധനായിരുന്നു അദ്ദേഹം. അടുത്ത അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ്സിലേക്ക് 2 ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള കരട് നയത്തെക്കുറിച്ച് CBSE പ്രതികരണം തേടി. കരട് നയത്തിൽ 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷകൾ ആദ്യഘട്ടം ഫെബ്രുവരി മുതൽ മാർച്ച് വരെയും രണ്ടാം ഘട്ടം മെയ് മാസത്തിൽ നടത്താനും CBSE നിർദ്ദേശിച്ചു. അടുത്ത മാസം 9 മുൻപ് പ്രതികരണം സമർപ്പിക്കണം. ആദ്യഘട്ടത്തിലെ ഫലം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ രണ്ടാം ഘട്ടം എഴുതിയാൽ മതിയാകും. 2027ഓടെ ബ്രിട്ടന്റെ പ്രതിരോധ ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2.5% ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൌസ് ഓഫ് കോമൺസിലായിരുന്നു പ്രഖ്യാപനം. GDPയുടെ 2.3% ബ്രിട്ടന്റെ നിലവിലെ പ്രതിരോധ ചെലവ്. അപൂർവ ധാതുക്കളുടെ സംസ്കരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സാമ്പത്തിക കരാറിൽ ഏർപ്പെടാൻ യുക്രൈനും അമേരിക്കയും ധാരണയായി. അമേരിക്കയിൽ നിന്ന് അടിയന്തര സൈനിക സഹായം തുടർന്നും ലഭിക്കാൻ കരാർ വഴിയൊരുക്കുമെന്ന് യുക്രൈനിയൻ സൈനിക വൃത്തങ്ങൾ പ്രതീക്ഷ പങ്കുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മധ്യപ്രദേശിൽ ബാഗേശ്വർ ധാമിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നു. ഇന്ന് മഹാശിവരാത്രി. രാജ്യത്തുടനീളമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. കേരളത്തിലും വിപുലമായ ഒരുക്കങ്ങൾ. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനം. ഇതുവരെ പുണ്യസ്നാനം നടത്തിയത് 64 കോടിയിലധികം പേർ. വരും കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ വളർച്ചയിൽ ബഹിരാകാശ മേഖല സുപ്രധാന ഘടകമാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം.
രഞ്ജി ട്രോഫി ഫൈനലിൽ കേരള വിദർഭ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ കിരീട പ്രതീക്ഷയിൽ കേരളം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.